കുഞ്ഞു മോളുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ആളുടെ സ്റ്റോറി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഞാനും തമ്മിലുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ ആൾക്കിന്ന് വലിയൊരു ബിഗ് ഡേ ആണ് ആളുടെ ലൈഫിൽ. ആൾ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു. സോ ആളുടെ ഒരു സ്റ്റേജാണ്, ഒരു കുഞ്ഞ് സ്റ്റേജാണ്, കുഞ്ഞെന്നല്ല വലിയൊരു സ്റ്റേജാണ് ആളുടെ. ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ഒരു അമ്പലത്തിൽ ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഡാൻസ് കാണാനായിട്ട് ഞാൻ വേണമെന്ന് ആൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആക്ച്വലി അവള് ഇങ്ങനെ വിളിക്കണം, ചേട്ടനെ വിളിക്കണം, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം, കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. പക്ഷേ ചേച്ചി പറഞ്ഞു, അയ്യോ അതെന്തിനാണ് വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ ട്രിവാൻഡ്രത്തല്ലേ, അവർ വിളിച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ആൾക്കാരാണ്, അവർ വരത്തൊന്നുമില്ല, പിന്നെ എന്തിനാണ് വെറുതെ വിളിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചേച്ചി പറഞ്ഞിട്ട് നൈസായിട്ട് ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ചേച്ചി ഇൻവൈറ്റ് ചെയ്ത് മോൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ഫുള്ള് ഓടി കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര സീക്രട്ടായിട്ടാണ് ചെയ്തത്. ബിക്കോസ് ആളുടെ കയ്യിലാണ് എപ്പോഴും ഫോൺ ഇരിക്കുന്നത്. സോ ഭയങ്കരമായിട്ട് ചേച്ചി അതിൻ്റെ പിറകെ ഓടിയിട്ടുണ്ട്. മെസ്സേജൊക്കെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി ഇന്ന് ആ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിക്കാണ് 10 മണിക്കാണ് ആളുടെ പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ കാണാനായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. അറിയാലോ, ബന്ധു വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങുക എന്നുള്ളത് തീരെ ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്നുള്ള കാര്യവും ഞങ്ങൾ മറന്നു. റോഡ് നിറയെ ആൾക്കാരായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ഘോഷയാത്ര പോലെ ഇങ്ങനെ ജാഥ പോകുമായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിലും 8 മണിക്ക് മുന്നേ ഞങ്ങൾക്ക് അമ്പലത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. കാര്യം മോൾക്ക് സർപ്രൈസ് കൊടുക്കണമല്ലോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്തിയോ സച്ചു, എത്തിയോ, എന്തായി, എവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും ടെൻസ്ഡായിരുന്നു. ബിക്കോസ് അത്യാവശ്യം വലിയ വണ്ടിയാണ്, നല്ല ട്രാഫിക്കും ഉണ്ട്, അതിനിടയിൽ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കുള്ളൊരു പോം വഴി. സോ കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു ഭാഗ്യവശാൽ. സച്ചിന് ചെല്ലാം. നമ്മളൊന്നും വേണ്ടല്ലേടേ, അടിപൊളിയാണ്, സൂപ്പർ ആയിരുന്നു കേട്ടോ. അയ്യോ കഴിഞ്ഞു ഞാൻ എടുത്ത് വീഡിയോ എടുത്ത്. അല്ലല്ല, ഇനിയുണ്ട് ഇവിടെ സെന്ററിൽ വന്ന് വെച്ചിട്ടുണ്ട്. പുള്ളി കണ്ടിട്ട് പോരാ, പ്രതീക്ഷയില്ല. ഒരു സർപ്രൈസ് ആയിരുന്നു. ഇനി എന്ത് വേണം? മേക്കപ്പ് ഇപ്പൊ എടുക്കും, നോക്കിക്കോ. സന്തോഷമായോ? അത് അമ്പലച്ചേട്ടൻ. സോറി. ആൻഡ് ദ ഒബ്വിയസ്, ഗോകുൽ മോൻ്റെ അടുത്ത് ഗോകുൽ മോൻ്റെ ഫാൻസ് മുടിയുടെ രഹസ്യം ചോദിക്കുന്നതാണ്. അയ്യോ, അനുഗ്രഹം കൊടുക്കും.
ഓ മൈ ഗോഡ്, അയ്യോ നീ അടുത്ത ഗ്രൂപ്പ് ഫെസ്റ്റിന് കാണൂലേ? ഡിസംബർ ആവും. അങ്ങനെ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഉടനെ ഉണ്ടാവും. മനു, ശരി, താങ്ക് യു സോ മച്ച്. അഖിൽ മുഹമ്മ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ. നമുക്ക് കിട്ടിയ മൊമെന്റോ അൺബോക്സ് ചെയ്യാണ് നമ്മൾ. നന്നു നമുക്ക് അമ്പലത്തിന് ഫ്രണ്ട് വെച്ച് തന്നതാ. ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. ഇതൊന്നും വിളക്കോ അല്ലെങ്കിൽ വിഗ്രഹം ഇനിയുണ്ടല്ലേ? കൃഷ്ണൻ അയ്യോ നല്ല കൃഷ്ണൻ. ആ നമ്മൾ വന്ന വഴി ഏതെങ്കിലും സൈഡിലോട്ട് ഒതുക്കിയിട്ട് മാപ്പ് നോക്കാം. ആദ്യം ഒന്ന് കണ്ടു. സൂപ്പർ അടിപൊളി മോനെ, അടിപൊളി. നമുക്ക് 3 എണ്ണം കിട്ടി. യെസ്, സച്ചിന്, അമലുവിന്, എനിക്ക്. അവര് പെട്ടെന്ന് അറേഞ്ച് ചെയ്യട്ടോ. പെട്ടെന്ന് അറിയില്ലേ? അത് എത്ര പേര് വരണം എന്നൊക്കെ ചോദിച്ചു. ആരൊക്കെ വരണം എന്ന് ചോദിച്ചല്ലേ? ചോദിച്ചാണ്. അല്ലാതെ നേരത്തെ അല്ലടാ, പെട്ടെന്ന് അറേഞ്ച് ചെയ്തല്ലേ? നേരത്തെ അറേഞ്ച് ചെയ്തല്ലോ. എന്റെ അടുത്ത് നേരത്തെ ചോദിച്ചു. ഫസ്റ്റ് ആദ്യം ആരൊക്കെ വരണം ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നവരാണ് ജിക്ക് വരുന്നത്, വേറെ ആരെങ്കിലും വരുന്നുണ്ടോ, മൈന വരുന്നുണ്ടോ ചോദിച്ചു. ഓ അതാണ് സരസ്വതി. സരസ്വതി തന്നെ. സരസ്വതി ഇപ്പൊ കൃഷ്ണൻ നിനക്ക് സരസ്വതി ആണോ? വീണ്ടും കൊല്ലോടെ എടാ 3 എടുത്ത് കയ്യിൽ വെച്ച് അതെങ്ങനെ വയ്ക്കാൻ പറ്റും. പതുക്കെ പോയാ മതി കേട്ടാ. ഞാൻ പതുക്കെ പോകുള്ളൂ. എനിക്കറിയാം, ഞാൻ സ്പീഡിന് ഓടിക്കൂല. ഗൈസ്, അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പിന് ഇവിടെ ഞങ്ങൾ ഔട്ട്രോ പറയുകയാണ്. ഇന്ന് കുറേ ഈവൻറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപർണ ചേച്ചിയുടെ ഗായത്രി ചേച്ചിയുടെയും വീട്ടിൽ പോയതും അവിടെ പിള്ളേരുടെ ടൈം സ്പെൻഡ് ചെയ്തതും ഫുഡും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പോയതും എല്ലാം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ സമയം നമുക്ക് മതിയാവത്തില്ല. കുറഞ്ഞതൊരു ഒരാഴ്ചയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടെ പോയതിൻ്റെ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ഈ ഇതും കാര്യങ്ങളും സ്റ്റുഡിയോയും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നിട്ട് റിലാക്സേഷന് സത്യം പറഞ്ഞാൽ പോകുന്ന ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ സ്പെഷ്യൽ ഇന്നത്തെ ബിഗ് ഡേ നമ്മുടെ നന്നുമോളുടെ, നന്നു എന്നാണ് ഞാൻ വിളിക്കുന്നത്, അനിക എന്നാണ് അവളുടെ ഒറിജിനൽ പേര്. അപ്പോൾ ആളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് നേരത്തെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. കോവിഡ് ടൈമിൽ ആദ്യം ഞാനാണ് പഠിപ്പിച്ചത്, സ്റ്റാർട്ട് ചെയ്ത് അവളെ പഠിപ്പിച്ച് ഞാനാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആയി, പിന്നെ വേറെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയി, അതിൻ്റെ പിറകെ ആയി, പിന്നെ ക്ലാസിക്കലിലോട്ട് തിരിഞ്ഞ ആള്. അപ്പോൾ ഇന്ന് ആളുടെ ഭരതനാട്യം അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്ത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഞാൻ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയ്ക്ക് അടിപൊളിയാണ്. അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ വലുതായിട്ട് ഭയങ്കര സൈലന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആളുമായിട്ട് പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആണ്. അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, ഓൺലൈൻ വഴി ഞങ്ങൾ കണക്ട് ആയതാണ്.
ഈവൻ ചേച്ചിയായിട്ടും ചേട്ടനായിട്ടും എല്ലാവരുമായിട്ടും ഹോൾ ഫാമിലി ആയിട്ട് അത്രയ്ക്ക് നല്ലൊരു ബോണ്ടിങ് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഇവരുമായിട്ടും. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സ്റ്റുഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഒക്കെ കൊടുത്തു. യെസ്, ഈ തെണ്ടിക്ക് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ തോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? അടിപൊളി 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 കൊള്ളായിരുന്നു. നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല കേട്ടോ, നമുക്ക് മൊമെന്റും അത് ഞാനും പ്രതീക്ഷയില്ലായിരുന്നു. അത് ലാസ്റ്റ് വരെ അവരിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് നമ്മൾ പോകാൻ ചേട്ടാ ശരി ബൈ 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 എന്നൊക്കെ പറയാൻ വന്നപ്പോഴാണ് അവർ ആക്ച്വലി വെയിറ്റ് നിൽക്കുക, നിങ്ങൾക്ക് ഒരു പണി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് 3 മൊമെന്റ് നമുക്ക് 3 പേർക്ക് നമ്മുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോയി. അത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ശരി കേട്ടോ, നമുക്കൊരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. മൊത്തത്തിലൊരു ഡേ ഇന്ത്യൻ ഏറ്റവും ബെസ്റ്റ് ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഇനി ഇവിടുന്ന് ട്രിവാൻഡ്രം. അത് തന്നെ, ഇനി പോകുന്ന വഴിക്ക് ചായ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രം. അതെ, ചായ കുടിക്കുന്നവരെ നീ ആ സീറ്റിരിക്കും. യെസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. സോ ഇഷ്ടപ്പെട്ടു ഈ വ്ളോഗിലൊരു സാധനം പറയാൻ മിസ്സായി, അത് ഇവൻ തെണ്ടി പറയൂല. അത് നിങ്ങളുടെ കാര്യമാണ്. നിക്കടാ നിക്ക് അവന്റെ ഓക്കെ ശരി, ഓക്കെ ബൈ ബൈ.